നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LGSൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആൻഡ് അനുബന്ധ വസ്തുതകൾ അടങ്ങിയ ക്ലാസ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മുൻകാല ചോദ്യങ്ങൾ അല്ലെ LGSൻ്റെ ടോപ്പിക് വൈസ് മുൻകാല ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച വസ്തുതകളും പഠിച്ച് ഓരോ ടോപ്പിക്കായി കവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനുള്ള ഒരു സീരീസാണിത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി നിങ്ങളെപ്പോലെ LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ, അവർക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരുടെ നേതൃത്വത്തിലാണ്? ജയപ്രകാശ് നാരായൺ അല്ലേ, ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലായിരുന്നു സമ്പൂർണ്ണ വിപ്ലവം നടന്നത്. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ആര്? ജയപ്രകാശ് നാരായൺ. സർവോദയ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1950 അല്ലേ. ലോകനായകൻ എന്നറിയപ്പെടുന്നതും ജയപ്രകാശ് നാരായൺ ആണ്. ജയപ്രകാശ് നാരായണൻ്റെ ആത്മകഥ ഏതാണ്? പ്രിസൺ ഡയറി. ഏതാണ്ടടാ? പ്രിസൺ ഡയറിയാണ് ജയപ്രകാശ് നാരായണൻ്റെ ആത്മകഥ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലെ ഹീറോ എന്നറിയപ്പെട്ടതും ജയപ്രകാശ് നാരായണനാണ്. ഒന്നും വിട്ടുപോകരുത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലെ ഹീറോ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്ട മക്കളെ? ജയപ്രകാശ് നാരായൺ അല്ലേ. ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പാറ്റ്നയിലാണ്. ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെയാണ്? പാറ്റ്ന. ബീഹാറിലെ പാറ്റ്നയിലാണ് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്? ഏത് സംഭവത്തോടു കൂടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുകയും ചെയ്തത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അല്ലേ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എപ്പോഴാണ് നടന്നത്? 1857 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശദമായി പഠിച്ചല്ലോ. വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്താണ്? ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യൻ ജനതയുടെ മാഗ്ന എന്നറിയപ്പെടുന്ന വിളംബരമാണ് 1858 വിളംബരം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1858 വിളംബരം അറിയപ്പെടുന്നത് ഇന്ത്യൻ ജനതയുടെ മാഗ്ന എന്നാണ്. പിന്നെയോ 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞി അല്ലേ. അത് നമ്മൾ പഠിച്ചു. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തതിലേക്ക് പോകാമല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അല്ലെങ്കിൽ ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരായിരുന്നു? ആരാണ്? കൻവർ സിംഗ് ആണ് അല്ലേ. കൻവർ സിംഗ് ആണ് ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു സീരീസിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ച സ്ഥലങ്ങളും അവിടുത്തെ നയിച്ച ആൾക്കാരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആര്? വളരെ നല്ല ഒരു ക്വസ്റ്റ്യനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആര്? ആരാണ്? ബിർസ മുണ്ട അല്ലേ. ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിലാണ് മുണ്ട കലാപം നടന്നത്. 1899 മുതൽ 1900 ആ കാലഘട്ടത്തിലാണ് മുണ്ട കലാപം നടന്നത്. മുണ്ട കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1899 മുതൽ 1900 വരെ. ദൈവത്തിൻ്റെ അവതാരം എന്ന് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വിശ്വസിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ബിർസ മുണ്ട. അപ്പോൾ ഈ ബിർസ മുണ്ട വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റാഞ്ചിയിലാണ് അല്ലേ. PSC ചോദിച്ചിട്ടുണ്ട്. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ചിത്രമുള്ള ഒരേ ഒരു ഗോത്രവർഗ നേതാവാണ് ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെൻറ്റിൽ ചിത്രമുള്ള ഒരേ ഒരു ഗോത്രവർഗ നേതാവാണ് ആര്? ബിർസ മുണ്ട. ഓർത്തു വെക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗം ഏതാണെന്നറിയാമോ? സാന്താൾ വിഭാഗമാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗമാണ് സാന്താൾ. അപ്പോൾ നമ്മൾ സാന്താൾ കലാപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപമാണ് സാന്താൾ കലാപം.
സാന്താൾ കലാപം നടന്ന വർഷം എപ്പോഴാണെന്നറിയാമോ? 1855 ടു 56 അല്ലേ? 1855 55 ടു 56 കാലത്താണ് സാന്താൾ കലാപം നടന്നത്. ആ വർഷമൊക്കെ ഓർത്തു വെക്കണം. ബംഗാൾ ബീഹാർ മേഖലയിലെ ഗോത്രവർഗ കർഷകരാണ് സാന്താൾമാർ. അപ്പോൾ സാന്താൾമാർ എവിടെയുള്ള ഗോത്രവർഗക്കാരാണെന്ന് ചോദിച്ചാൽ ബംഗാൾ ബീഹാർ മേഖലയിലാണെന്നും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം എപ്പോഴാണ്? 1911 അല്ലേ? 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത്. ബംഗാൾ വിഭജനം നടത്തിയ വർഷം എപ്പോഴാണ്? 1905. അപ്പോൾ 2 വർഷം പഠിച്ചു വെക്കണം. ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉദാഹരണമാണ് എന്ത്? ബംഗാൾ വിഭജനം അല്ലേ? ഭിന്നിപ്പിച്ചു ഭരിക്കുക, അങ്ങനെയാണ് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അതായത് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആരാണ്? ഹർഡിഞ്ച് രണ്ടാമനാണ് അല്ലേ? ഹർഡിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത്. അപ്പോൾ എങ്ങനെ പഠിച്ചു വെക്കാം? ബംഗാൾ വിഭജനം ചെയ്തത് കഴ്സൺ പ്രഭുവാണ്. അപ്പോൾ ബംഗാളിനെ കട്ട് ചെയ്തു അല്ലെ? വിഭജിക്കുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യലാണല്ലോ. അപ്പോൾ കട്ട് ചെയ്തത് കഴ്സൺ ആണെന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. റദ്ദു ചെയ്തത് ഹർഡിഞ്ചാണ്. ഇഞ്ചിഞ്ചായിട്ടാണ് റദ്ദു ചെയ്തത് എന്നെങ്ങാനും ഓർമ്മിച്ച് വെക്കുക. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ബംഗാൾ വിഭജനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അപ്പോൾ ബംഗാൾ ജനത ബംഗാൾ വിഭജന ദിനത്തെ എന്തായാണ് ആചരിച്ചത് എന്ന് ചോദിച്ചാൽ വിലാപ ദിനമായിട്ടാണ് ആചരിച്ചത്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചതാരാണ്? ആചാര്യ PC റേയാണ് അല്ലേ? ആചാര്യ PC റേ. അപ്പോൾ ഈ ബംഗാൾ വിഭജനത്തോടെ ആരംഭിച്ചതാണല്ലോ സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് എന്ന് PSC ചോദിച്ചാൽ അത് സ്വദേശി പ്രസ്ഥാനമാണെന്ന് ഓർമ്മിച്ച് വെക്കുക. സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചതാരാണ്? അശ്വിനി കുമാർ ദത്താണ് അല്ലേ? സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചത് അശ്വിനി കുമാർ ദത്താണ്. അതുപോലെ തന്നെ സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണടാ? 1905 സമ്മേളനമാണ് അല്ലേ? 1905 സമ്മേളനമാണ് സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം. ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരാണെന്നറിയാമോ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ 1911 കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ധർ ആണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ INCയുടെ അധ്യക്ഷന്മാരെയൊക്കെ പഠിച്ചു വെക്കണം. BN ധർ ആണ് 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോഴത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി ഏതാണ്? പ്രക്ഷോഭ പരിപാടി ക്വിറ്റ് ഇന്ത്യ ആണ് അല്ലേ? 1942 എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് ക്വിറ്റ് ഇന്ത്യ സമരമാണെന്ന്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1942 ബോംബെ സമ്മേളനം. 1942 ഓഗസ്റ്റ് 8 സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 8 ബോംബെ സമ്മേളനം നടന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസമാണ് 1942 ഓഗസ്റ്റ് 9. അതുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് 1909 എന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. PSC കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ ദിവസമാണ് ഓഗസ്റ്റ് 8 അല്ലേ? 1942. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലൊരു പ്രധാന സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഏതാണെന്നറിയാമോടാ? കീഴരിയൂർ ബോംബ് കേസ് അല്ലേ? കീഴരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം. ഇത് പലതവണ ആവർത്തിച്ച ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസിഫ് അലി. അത് രണ്ടും കൂടെ പഠിച്ചു വെക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനും
ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസിഫ് അലിയുമാണ്. വ്യക്തമായല്ലോ. അടുത്ത പോയിന്റ് നോക്കിയാലോ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആരാണ് ഇന്ത്യയുടെ വാനമ്പാടി? നമ്മുടെ സരോജിനി നായിഡു ആണ് അല്ലേ. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി. അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ വീട്ടുപേരെന്താണ്? ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ് അല്ലേ. ഗോൾഡൻ ത്രഷോൾഡ്. സരോജിനി നായിഡുവിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് ഗോൾഡൻ ത്രഷോൾഡ്. ആദ്യത്തെ കവിതാ സമാഹാരം ഏതാണെന്ന് ചോദിച്ചാലും അത് ഗോൾഡൻ ത്രഷോൾഡ് ആണ്. അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സംസ്ഥാന ഗവർണർ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു. ഉത്തർപ്രദേശിലാണ് അവർ ആദ്യമായി ഗവർണർ പദവിയിലെത്തിയത്. അപ്പോൾ സംസ്ഥാന ഗവർണർ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത ആരാണ്? സരോജിനി നായിഡു ആണ്. അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചാലോ. ദ ഗോൾഡൻ ത്രഷോൾഡ്, അതായത് സുവർണ ദേഹളി എന്നാണ് അതിൻ്റെ മലയാളം. ദ ഗോൾഡൻ ത്രഷോൾഡ്, സുവർണ ദേഹളി. പിന്നെയോ ദ ബേർഡ് ഓഫ് ടൈം അല്ലേ, കാലവിഹകം. മലയാളം കൂടി പഠിച്ചു വെക്കണം, കാരണം ചിലപ്പോൾ PSC നമ്മളെ ഒന്ന് കുഴപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മലയാളം ചോദിക്കാം. കാലവിഹകം ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? ദ ബേർഡ് ഓഫ് ടൈമിൻ്റെ ടൈമാണ് അല്ലേ. ദ ബേർഡ് ഓഫ് ടൈം എന്ന വാക്കിൻ്റെ മലയാളമാണ് കാലവിഹകം. അപ്പോൾ സരോജിനി നായിഡുവിൻ്റേതാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെയോ ഒടിഞ്ഞ ചിറകുകൾ അല്ലേ, ദ ബ്രോക്കൺ വിങ്സ്, അതും അവരുടേതാണ്. സരോജിനി നായിഡുവിൻ്റെ പ്രധാന കൃതിയാണ്. ദ ബ്രോക്കൺ വിങ്സ് ഒക്കെ PSC ചോദിച്ചിട്ടുണ്ടടാ. ദ ബ്രോക്കൺ വിങ്സ്, ഒടിഞ്ഞ ചിറകുകൾ അല്ലേ, ഒടിഞ്ഞ ചിറകുകളൊക്കെ സരോജിനി നായിഡുവിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതാര്? ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പിതാമഹൻ അല്ലേ. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ പേരെന്താണെന്നറിയാമോ? മൂൽ ശങ്കർ എന്നാണ് അല്ലേ. മൂൽ ശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. അപ്പോൾ ഈ സ്വാമി ദയാനന്ദ സരസ്വതിക്ക് ആ പേര് കൊടുത്തത് ആരാണെന്നറിയാമോ? സ്വാമി വിർജാനന്ദയാണ്. സ്വാമി വിർജാനന്ദ. ആര്യ സമാജം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ഇത്? ആര്യ സമാജം. അപ്പോൾ ഈ ആര്യ സമാജത്തിൻ്റെ നിലവിലെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. അപ്പോൾ ഈ ആര്യ സമാജം സ്ഥാപിച്ചത് എവിടെയാണെടാ? ബോംബെയിലാണ് അല്ലേ. ബോംബെയിലാണ് സ്ഥാപിച്ചത്. ഇപ്പം അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് അല്ലേ. സത്യാർത്ഥ പ്രകാശം രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം അല്ലേ, ഏത് ഭാഷയിലാണ് ഇത് രചിച്ചത്? ഹിന്ദി ഭാഷയിലാണ്. ഹിന്ദി ഭാഷയിൽ രചിച്ച സത്യാർത്ഥ പ്രകാശം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ രചനയാണ്. അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതി ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്, അതാണ് ആര്യപ്രകാശം. ആര്യപ്രകാശം ആരുടെ പത്രമാണ്? ദയാനന്ദ സരസ്വതിയുടെ പത്രമാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്നും പ്രധാനമായി ചോദിക്കുന്ന ചോദ്യമാണ് വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക, അതിൻ്റെയൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലേ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനുണ്ട്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ആരാണെന്ന് അറിയാമോടാ? ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. ലാലാ ലജ്പത് റായ് ആണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് ഇത്രയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ആര്യ സമാജം സ്ഥാപിച്ചു. പിന്നെയോ ന്യൂഡൽഹിയിലാണ് ഇപ്പോൾ അതിൻ്റെ ആസ്ഥാനം. ബോംബെയിലാണ് ആരംഭിച്ചത്. സത്യാർത്ഥ പ്രകാശം, അതുപോലെ തന്നെ ആര്യപ്രകാശമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണല്ലേ. മാറിപ്പോരുത്. സത്യാഗ്രഹം എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുക? ചമ്പാരനാണ് സത്യാഗ്രഹം. ഗാന്ധിജിയിൽ ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമരം ഏതാണ്? അത് റൗലറ്റ് സമരമാണ് അല്ലേ. റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമരമാണ് റൗലറ്റ് സത്യാഗ്രഹം. അപ്പോൾ ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവുണ്ട്, ആരാണെന്നറിയാമോ?
രാജ്കുമാർ ശുക്ലയാണ് അല്ലേ. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് ഈ സമരം നടന്നത്. അപ്പോൾ ഈ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം തോട്ടത്തിൽ ജോലി ചെയ്യുന്ന കർഷകരുണ്ട് അല്ലേ, നീലം കർഷകർ. അപ്പോൾ ഈ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ക്രൂരമായി ചൂഷണം ചെയ്തു. അപ്പോൾ അവരുടെ ആ ചൂഷണത്തിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹമാണേത്, ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ്. ആർക്ക് വേണ്ടിയാണ് ഇത് നടത്തിയത്? നീലം കർഷകർക്ക് വേണ്ടിയാണെന്നൊക്കെ ഓർമ്മിച്ചു വെക്കുക. അപ്പോൾ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? വിനോബ ഭാവെയാണ് അല്ലേ. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് വിനോബ ഭാവെ. രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും ഗാന്ധിജി ആരെയാണ് തിരഞ്ഞെടുത്തത്? കേളപ്പനെയാണ്. അതൊക്കെ പഠിച്ചു വെക്കണം. കേളപ്പനെയാണ് കേരളത്തിൽ നിന്നും ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ക്രിപ്സ് മിഷൻ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി ക്രിപ്സ് മിഷനെയാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ക്രിപ്സ് മിഷൻ എപ്പോഴാണ് ഇന്ത്യയിലെത്തിയത്? 1942 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ആ വർഷം പഠിച്ചു വെക്കണം. 1942 അല്ലേ, നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ നടന്ന വർഷം തന്നെയാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. 1942 മാർച്ച് 22 ആണ് എത്തിയത്. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് അല്ലേ. സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ. എന്തായിരുന്നു ഈ ക്രിപ്സ് മിഷൻ്റെ ലക്ഷ്യമെന്നറിയാമോ? ഇന്ത്യക്കാരുടെ പിന്തുണ രണ്ടാം ലോക മഹായുദ്ധത്തിന് വേണ്ടി ആർജിക്കുക. അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കണം, അപ്പോൾ ആ സമയത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ കിട്ടുക. അത് മാത്രമായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം? ക്രിപ്സ് മിഷൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണ് അംഗീകരിക്കാഞ്ഞത്? പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതുകൊണ്ട്. അതായത് പാകിസ്ഥാൻ വേണമെന്ന ആവശ്യം ആരംഗീകരിച്ചിരുന്നില്ല? പാകിസ്ഥാൻ വേണമെന്ന മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ആരംഗീകരിച്ചില്ല? ക്രിപ്സ് മിഷൻ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഈ ക്രിപ്സ് മിഷനെ എതിർത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ ഒരു വലിയ ഒരു പരാജയമായിരുന്നു അല്ലേ, വമ്പിച്ച പരാജയമായിരുന്നു. അങ്ങനെ ക്രിപ്സ് മിഷൻ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയി. എപ്പോഴാണ് മടങ്ങിപ്പോയത്? അതേ വർഷം തന്നെ 1942 ഏപ്രിൽ 12 തന്നെ അവർ മടങ്ങിപ്പോയി. എപ്പോഴാണ് വന്നത്? 1942 മാർച്ച് 22 അവർ വന്നത്. പക്ഷേ പരാജയമായതുകൊണ്ട് തന്നെ ക്രിപ്സ് മിഷൻ ആ വർഷം തന്നെ അല്ലേ, 1942 ഏപ്രിൽ 12 തന്നെ മടങ്ങിപ്പോയി. അപ്പോൾ ഈ ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ അതോടൊന്ന് പഠിച്ചു വെക്കുക. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ് അല്ലേ. മീററ്റിൽ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. അപ്പോൾ 1857 സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. എന്തായാലും 1 മാർക്ക് നിങ്ങളുടേത് അവിടെ നിന്നുണ്ടാവും. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അല്ലെങ്കിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ആ ക്ലാസ്സും കൂടെ കാണുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത ചോദ്യം: ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം. ഗാന്ധി ഇർവിൻ ഉടമ്പടി അല്ലേ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ആ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം എപ്പോഴാണ്? 1931 1931 ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ടത്. അപ്പോൾ എപ്പോഴാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്? ഒരു കോൺഗ്രസ് സമ്മേളനത്തിലാണ് അല്ലേ. 1929 ലാഹോർ സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. അപ്പോൾ ആ സമ്മേളനം മറക്കരുത്. 1929 ലാഹോർ സമ്മേളനം 1929 തീരുമാനിച്ചു. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ്? 1930 അപ്പോൾ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഏത്? ഉപ്പു സത്യാഗ്രഹം അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം 1930 ഉപ്പു സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ റാണി ഗേഡിൻലിയു ആണ്. റാണി ഗേഡിൻലിയു PSC ചോദിക്കാറുണ്ട്. റാണി ഗേഡിൻലിയു ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അപ്പോൾ ഈ ഗാന്ധി ഇർവിൻ സന്ധിയെ തുടർന്ന് കോൺഗ്രസ് എന്ത് ചെയ്തു? നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി പിൻവലിച്ചു. അപ്പോൾ ഗാന്ധി ഇർവിൻ സന്ധി വർഷം എപ്പോഴാണ്? 1931. അപ്പോൾ ഇതേ തുടർന്നാണ് ഗാന്ധി എന്ത് ചെയ്തത്? കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി പിൻവലിച്ചത്. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. അപ്പോൾ ഈ ഗാന്ധി ഇർവിൻ സന്ധിയെ തുടർന്നാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് ഏത്? രണ്ടാം വട്ടമേശ സമ്മേളനം അല്ലേ. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിൻ്റെ ഫലമായി 1932 ജനുവരിയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു അല്ലേ. വീണ്ടും എന്ന് വേണ്ട അല്ലേ, പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും സ്ഥാപിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് മലയാളത്തിലൊക്കെ പദശുദ്ധിയൊക്കെ പഠിക്കാനില്ലേ. അപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും സ്ഥാപിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് വീണ്ടും എന്ന ഒരു വാക്ക് വേണ്ട, ഞാൻ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തെ തുടർന്ന് 1932 എന്ത് വന്നു? സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നും പഠിച്ചു വെക്കുക. അപ്പോൾ വട്ടമേശ സമ്മേളനമൊക്കെ അറിയാലോ. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് അല്ലേ. 30, 31, 32. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധി പങ്കെടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റിനും അതിനോടനുബന്ധിച്ച ഒരുപാട് വസ്തുതകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ടോപ്പിക്കിലെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ പഠിച്ചെടുക്കാം. LGSൻ്റെ സിലബസിലെ എല്ലാ കാര്യങ്ങളും നമുക്കിതുപോലെ പ്രീവിയസ് ക്വസ്റ്റിനും അനുബന്ധ വസ്തുതകളുമായി എല്ലാം നമ്മൾ പഠിച്ച് സെറ്റാക്കാം. അപ്പോൾ പഠിച്ച് കഴിഞ്ഞവർക്ക് നല്ല റിവിഷനും ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നവർ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.